ഹായ്, യൂട്യൂബിലുള്ള എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നു, ഒരുപാട് കമൻറ്റ്സ് തരുന്നു, എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. എല്ലാ ഹൃദയം നിറഞ്ഞ എൻ്റെ സപ്പോർട്ടേഴ്സിനും എൻ്റെയും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ഇന്നത്തെ മെയിൽ ഞാൻ വായിക്കുന്നത് 65 വയസ്സുള്ള സ്വയം പ്രഭ എന്ന ഒരു വീട്ടമ്മയുടെയാണ്, ഒരമ്മയുടെ മെയിലാണ്. ആ അമ്മ തിരുവനന്തപുരത്ത് വർക്കലയിലാണ് താമസിക്കുന്നത്. അഡ്രസ്സൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ആ അമ്മയുടെ പ്രൈവസിയെ കരുതിയിട്ട് ഞാൻ അഡ്രസ്സ് വായിക്കുന്നില്ല, നേരെ ഞാൻ മെയിലിലോട്ട് പോവുകയാണ്. മക്കളെ, 65 വയസ്സുള്ള ഒരു വീട്ടമ്മയാണ് ഞാൻ. പേര് സ്വയം പ്രഭ. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി. ഭർത്താവിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും പേരക്കുട്ടികൾക്ക് വേണ്ടിയും ജീവിച്ച് ഇരിഞ്ഞു തീർന്നു. ആത്മഹത്യ ചെയ്യാൻ പേടിയുള്ളത് കൊണ്ട് മാത്രം ജീവിച്ചിരിക്കുകയാണ്. എല്ലാ പേർക്കും വേണ്ടി ജീവിതം ഹോമിച്ചു. വെച്ചും വിളമ്പിയും തുണി അലക്കിയും കൈവിരലുകൾ തളർന്നു. വൃദ്ധയായ എന്നെ ഇപ്പോഴും ആർക്കും വേണ്ട. ഭർത്താവ് മരിച്ചതിൽ പിന്നെ ഒറ്റപ്പെടലിൻ്റെ ആഴം വർദ്ധിച്ചു. ഒരു അനാഥാലയത്തിൽ കുറച്ച് ദിവസം താമസിച്ചു. പക്ഷേ അവിടുത്തെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനാകാതെ തിരിച്ചു പോന്നു. ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് മോളെ. മോളുടെ ശബ്ദവും സംസാരവും ഭയങ്കര ഇഷ്ടമാണ്, അതാണ് ഇത്രയും എഴുതിയത്. എൻ്റെ നമ്പർ ഇതിൽ വയ്ക്കുന്നു. മോൾക്ക് സൗകര്യമാണേലും ഒന്ന് വിളിക്കണം. എനിക്ക് സൗകര്യമാണല്ലോ വിളിക്കാൻ, എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. പക്ഷേ ഞാൻ വിളിക്കാതിരുന്നത്, ഈ മെയില് ഞാൻ റെക്കോർഡ് ചെയ്തതിന് ശേഷം, അതായത് മെയിൽ പബ്ലിക്കാക്കിയതിന് ശേഷം അമ്മയെ വിളിക്കാമെന്നാണ് ഞാൻ കരുതിയത്. ഇന്നെന്തായാലും ഞാൻ ഈ വീഡിയോ വന്നതിന് ശേഷം ഞാൻ വിളിക്കും, ഞാൻ സംസാരിക്കാം. എൻ്റെ ശബ്ദവും സംസാര രീതികളൊക്കെ ഇഷ്ടപ്പെടുന്ന സ്വയം പ്രഭ എന്ന അമ്മയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ അമ്മയുടെ മെയിലിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാനിവിടെ വായിച്ചിട്ടില്ല അമ്മ. അതെന്താണെന്ന് വെച്ചാൽ അത് പ്രൈവസിയെ ബാധിക്കുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഞാനത് വായിക്കാത്തത്. സംസാരിക്കുമ്പോൾ ഞാൻ അതേക്കുറിച്ചൊക്കെ പറയാം. ഞാനൊരു കഥ പറയാം. ഒരു മെഴുകുതിരിയുടേതാണ് ആ കഥ. ഞാൻ ഏറ്റവും കൂടുതൽ മെഴുകുതിരിയുടെ വെളിച്ചത്തെ, അതായത് കത്തി നിൽക്കുന്ന മെഴുകുതിരിയുടെ ആ പ്രകാശത്തെ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട്. ചിലപ്പോൾ വല്ലപ്പോഴൊക്കെ ഇവിടെ ലൈറ്റ് പോകുമ്പോഴാണ്, സത്യം പറഞ്ഞാൽ ഇവിടെ മെഴുകുതിരി വല്ലപ്പോഴും കൂടി ഉപയോഗിക്കുന്നൊരു വീടാണ് എൻ്റേത്. പക്ഷേ ആ മെഴുകുതിരിയുടെ പ്രകാശത്തെ ഞാൻ നോക്കി നിൽക്കാറുണ്ട് ഭയങ്കര അത്ഭുതത്തോടെ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ മെഴുകുതിരിയുടെ പ്രകാശം കാണാൻ ഇഷ്ടമാണ്. എന്തൊരു സുന്ദരിയാണെന്നറിയാമോ ആ പ്രകാശം, എന്തു ഭംഗിയാണെന്നറിയാമോ ആ പ്രകാശം. അടുത്ത് ചെല്ലും തോറും ആ പ്രകാശത്തിൻ്റെ ഭംഗി ഇങ്ങനെ കൂടിയിരിക്കും. ഞാൻ ആ ഭംഗിയെക്കുറിച്ച് പറയാനല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കത്തി അമരുന്ന ആ മെഴുകുതിരി തൻ്റെ സ്വന്തം നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നൊരു സാധനമുണ്ട്. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമോ ചിന്തിച്ചിട്ടുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോഴും ആ മെഴുകുതിരിയുടെ പ്രകാശത്തേക്കാൾ കൂടുതൽ ചിന്തിക്കുന്നത് ആ ഒരു കാര്യത്തെയാണ്. ആ മെഴുകുതിരി തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നൂല്. ഈ നൂലാണ് അവസാനം ആ മെഴുകുതിരിയുടെ അന്ത്യത്തിന് കാരണമാകുന്നത്. ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഒരു കാര്യം? എന്നാൽ ഇപ്പോൾ മുതൽ നിങ്ങൾ ആലോചിക്കുമല്ലേ, നിങ്ങൾ ശ്രദ്ധിക്കും. ശരിയാണല്ലോ, ശരിയാണല്ലേ, ശരിയാണല്ലേ ഞാൻ പറഞ്ഞത്? തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ആ നൂലാണ് അവസാനം മെഴുകുതിരിയുടെ ജീവിതം അസ്തമിപ്പിക്കുന്നത്. പക്ഷെ മെഴുകുതിരി ഒരിക്കലും അറിയുന്നില്ല താൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച ആ നൂലാണ് തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം കുറിക്കുന്നതെന്ന്. മെഴുകുതിരി ഒരിക്കലും അറിയുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് വേർഷൻ ഉണ്ട്. അതാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ മെഴുകുതിരി തൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ കാരണക്കാരനാകുന്ന ആ നൂല് അനേകായിരം പേർക്ക് വെളിച്ചവും പ്രകാശവും വെട്ടവും ഒക്കെ നൽകുന്ന ഒരു നട്ടെല്ലാണല്ലേ മെഴുകുതിരിയുടെ ഒരു നട്ടെല്ലായാണ് പ്രവർത്തിക്കുന്നത്. അത് വേറൊരു വേർഷനാണ്. ഇതിൽ ഏത് വേർഷനാണ് നമ്മൾ എടുക്കേണ്ടത്? അമ്മയും ഇത് ആലോചിക്കേണ്ട കാര്യമാണ്. ഞാൻ അമ്മയുടെ ജീവിതം വായിച്ചപ്പോഴാണ് എനിക്ക് ആ മെഴുകുതിരിയെ ഓർമ്മ വന്നത്. അതായത് ആ മെഴുകുതിരിയുടെ അവസാനത്തിന് കാരണമാകുന്ന ആ നൂലാണ് ഒരുപാട് പേർക്ക് പ്രകാശവും വെളിച്ചവും
ഒക്കെ പരത്തുന്ന നട്ടെല്ലായും പ്രവർത്തിക്കുന്നത്. മെഴുകുതിരിയുടെ ജീവിതം അവസാനിപ്പിക്കാൻ കാരണക്കാരനും ആ നൂലാണ്. എന്നാൽ മറ്റുള്ളവർക്ക് പ്രകാശം പരത്താനുള്ള കാരണക്കാരനും അതേ നൂലാണ്. അതുപോലെയാണ് എനിക്ക് അമ്മയോട് പറയാനുള്ളത്. നമുക്ക് ചുറ്റും എത്രയോ മെഴുകുതിരികളാണ് നമ്മൾ ദിവസവും കാണുന്നത്. വളരെ ചിരിച്ച മുഖത്തോടെ കാണുന്ന എത്രയോ മെഴുകുതിരികളെ എനിക്ക് പരിചയമുണ്ടെന്നറിയാമോ? സ്വയം ഉരുകുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ചിരിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം അവരുടെ വിഷമങ്ങൾ ഒതുക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ചിരിച്ച മുഖത്തോടെ ജീവിക്കുന്ന എത്രയോ മെഴുകുതിരികൾ നമുക്ക് ചുറ്റുമുണ്ട്. എനിക്ക് എത്രയോ മെഴുകുതിരികളെ നേരിട്ടറിയാം. അമ്മയോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, അമ്മ ഇപ്പോൾ ഈ ജീവിച്ച ജീവിതത്തെക്കുറിച്ച് അമ്മ പറഞ്ഞല്ലോ. മക്കൾക്ക് വേണ്ടി ജീവിച്ചു, ഭർത്താവിന് വേണ്ടി ജീവിച്ചു, സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, അച്ഛനും അമ്മയ്ക്കും വേണ്ടി ജീവിച്ചു എന്നൊക്കെ. ഇവർക്കൊക്കെ വേണ്ടി നമ്മൾ വെറുതെ ജീവിക്കുകയാണോ ചെയ്തത്? അതല്ലേ നമ്മുടെ ജീവിതം? അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? വിവാഹം കഴിക്കരുതായിരുന്നു. ഒറ്റയ്ക്ക് ജീവിക്കുന്ന എത്രയോ പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അവർക്ക് വേണ്ടി ജീവിച്ചു, ഇവർക്ക് വേണ്ടി ജീവിച്ചു എന്ന് പറഞ്ഞ് ഒരിക്കലും വിഷമങ്ങൾ പറയാറില്ല. സത്യം പറഞ്ഞാൽ ഈ ഭർത്താവിന് വേണ്ടിയിട്ടായിരുന്നാലും മക്കൾക്ക് വേണ്ടിയിട്ടാണ് തുണി അലക്കിയൊക്കെ അമ്മയുടെ വിരലുകൾ തേഞ്ഞു, വിരലുകൾ മുരടിച്ചു എന്നൊക്കെ അമ്മ പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൽ കൂടെ ഒരുപാട് വെള്ളം വന്നു, സങ്കടം വന്നു എനിക്ക്. കാരണം ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ ജീവിച്ച ജീവിതം അമ്മ ഒരുപാട് ആസ്വദിച്ചില്ലേ? അങ്ങനെയല്ലേ അമ്മ ജീവിച്ചത്? ഇവരില്ലാതെ അമ്മയ്ക്ക് ജീവിക്കാൻ കഴിയുമോ? ഇവരില്ലാതെ, ഇവർക്ക് വേണ്ടി ജീവിക്കാതെ അമ്മയുടെ ജീവിതം പൂർണ്ണമാകുന്നില്ലല്ലോ. അമ്മ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ. പിന്നെ ബാക്കിയൊക്കെ ഞാൻ നേരിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. അമ്മ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം, അർഹതയില്ലാത്ത ആർക്കെങ്കിലും വേണ്ടിയിട്ട് അമ്മ സമയം ചിലവഴിച്ചിട്ടുണ്ടോ? അർഹതയില്ലാത്ത ആരെങ്കിലും അമ്മ സ്നേഹിച്ചിട്ടുണ്ടോ? അർഹതയില്ലാത്ത ആർക്കെങ്കിലും ഒരാൾക്ക് വേണ്ടിയിട്ട് അമ്മയുടെ മനസ്സും അമ്മയുടെ ആരോഗ്യവും ചിലവഴിച്ചിട്ടുണ്ടോ? എങ്കിൽ അതേക്കുറിച്ച് ഓർത്താണ് അമ്മ വിഷമിക്കേണ്ടത്. ഈ പറയുന്ന മക്കളായിരുന്നാലും ഭർത്താവായിരുന്നാലും സഹോദരങ്ങളായിരുന്നാലും എല്ലാവരും തന്നെ നമ്മളെ അർഹിക്കുന്നവരാണല്ലേ. എനിക്കറിയാവുന്ന എത്രയോ വലിയ വലിയ പൊസിഷനുള്ള മക്കൾ അമ്മമാരെ തിരിഞ്ഞു നോക്കാതിരിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ, അമ്മമാരെ ഒറ്റപ്പെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിവുള്ള ഒരാളാണ് ഞാൻ. അമ്മയോട് എനിക്ക് ചോദിക്കാനുള്ളത്, അർഹതയില്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ടാണ് അമ്മ ഇതൊക്കെ ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും അതേ ഓർത്ത് വിഷമിക്കണം. അല്ലാതെ ഇവരൊക്കെ കൂടി ചേർന്നതല്ലേ നമ്മുടെ ജീവിതം. ഇവരൊക്കെ ഇല്ലാതെ നമ്മൾക്ക് എന്ത് ജീവിതമാണ്? അതിനെ നമ്മൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ജീവിതം ഹോമിച്ചു, അങ്ങനെയല്ല അമ്മ. എല്ലാവരുടെയും ജീവിതങ്ങൾ ഇങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കണം. അതില്ലാത്തടത്തോളം നമ്മൾ അതേക്കുറിച്ചൊന്നും ഓർക്കണ്ട, വിഷമിക്കേണ്ട. ജീവിതം ഇങ്ങനെയാണ്. ജീവിതത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു. ആ മെഴുകുതിരിയുടെ കാര്യം ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ? സ്വയം നമ്മൾ അവസാനിക്കുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ചിരിക്കാനും പ്രകാശം പരത്താനും കഴിയണം. അമ്മയ്ക്കും അതിന് കഴിയുമെന്നുള്ള പ്രത്യാശയോട് കൂടിയാണ് ഞാൻ ഈ മെയിൽ അവസാനിപ്പിക്കുന്നത്. എല്ലാവിധ നന്മകളും ഇനിയും ജീവിതത്തിലുണ്ട്. ഒരുപാട് ജീവിതം ഇനിയും ബാക്കിയുണ്ട്. ഞാൻ തീർച്ചയായിട്ടും വിളിക്കും. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി.